നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 344 344. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 6-ാം അധ്യായം ശ്ലോകം 10 മുതൽക്കാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇവിടെ 10ഉം 11ഉം ശ്ലോകം ഒപ്പം പോവും അർത്ഥം പറയേണ്ട സൗകര്യത്തിന്. അപ്പോൾ ശ്രദ്ധിക്കാം. നാനാമണിമയൈ ശൃംഗൈ നാനാധാതു വിചിത്രിതൈ നാനാദ്രുമലതാഗുൽമൈർ നാനാമൃഗഗണാവൃതൈ നാനാമലപ്രസവണൈർ നാനാഗന്ധരസാനുഭി രമണം വിഹരന്തീനാം രമണേ സിദ്ധയോഷിതാം. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ നാനാമാതിരി മണിമയങ്ങളായിരിക്കുന്നവയും നാനാധാതുക്കളാൽ വിചിത്രങ്ങളായിരിക്കുന്നവയും നാനാ വൃക്ഷലതകളുടെ ഗുൽമങ്ങളോടുകൂടിയവയും നാനാ മൃഗങ്ങളുടെ കൂട്ടങ്ങളാൽ വ്യാപിക്കപ്പെട്ടവയും നാനാമാതിരി നിർമ്മല നദികളുടെ പ്രവാഹത്തോടുകൂടിയതും നാനാകന്ധരങ്ങളുടെ സാനുക്കളോടുകൂടിയവയുമായ കൊടിമുടികൾ കൊണ്ട് ഭർത്താക്കന്മാരോടുകൂടെ ക്രീഡിക്കുന്ന സിദ്ധസ്ത്രീകൾക്ക് രതിയെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇവിടെ മനുഷ്യന്മാരുടെ കാര്യമല്ല പറഞ്ഞത്, സിദ്ധന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. മനുഷ്യന്മാർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പാർക്കിലൊക്കെ കണ്ടാൽ അറയ്ക്കാവുന്ന രീതിയിൽ. കാരണം എന്താ, ഇതൊരു സംസ്കാരമാണ്. ദേവന്മാർക്ക് സത്യത്തിൽ സിദ്ധന്മാർക്ക് എന്തു വേണമെങ്കിലും ആവാം. അവർ സിദ്ധയുള്ളവരാണ്, അവർ നമ്മുടെ ആൾക്കാരല്ല. അപ്പോൾ ഇതൊക്കെ പറയണത് എന്തിനാണെന്നാ ചോദിച്ചാൽ ഭൂപ്രകൃതികളുടെ രമ്യതയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യാതൊരു കാരണത്താലും പ്രകൃതിയെ ഹനിക്കരുത്, പ്രകൃതിയെ ദുരുപയോഗം ചെയ്യരുത്. അതാണ് കാര്യം. ഇനി അതിൻ്റെ കൈലാസത്തിൻ്റെ വർണ്ണയാണ് ഇപ്പോൾ നടക്കണതേ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. കൈലാസത്തിൽ അനേകം സിദ്ധാംഗനകൾ, ദേവസ്ത്രീകളെന്നർത്ഥം, അവരുടെ ഭർത്താക്കന്മാരോടുകൂടി അതിസന്തോഷത്തോടുകൂടി രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഹിമാലയത്തിൽ കൈലാസത്തിൻ്റെ അടുത്ത് എത്ര മഞ്ഞ് കട്ടി ആയിട്ട് തണുപ്പുള്ള സ്ഥലമാണ്, മൈനസാണ്. അവിടെ എങ്ങനെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ഇല്ലാത്ത കാര്യമല്ല, യോഗീശ്വരന്മാർക്ക് ഇതൊക്കെ പറ്റും. അതായത് നമ്മളെ പോലെ ധാരാളം ആവശ്യത്തിലധികം തപസ്സില്ലാതെ കണ്ട് കിട്ടിയതൊക്കെ വാരി വലിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇമാതിരി സാഹചര്യത്തിൽ പോയിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ കൈലാസത്തിൽ അനേകം സിദ്ധാംഗനകൾ അവരുടെ ഭർത്താക്കന്മാരോടുകൂടി അതിസന്തോഷത്തോടുകൂടി രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഉയർന്നു കാണപ്പെടുന്ന കൊടുമുടികൾ അവരെ ആനന്ദിപ്പിക്കുവാൻ സമർത്ഥങ്ങളായിരുന്നു. അവയോരോന്നിലും ഓരോ വിധത്തിലുള്ള രത്നങ്ങൾ നിറഞ്ഞും നാനാവിധ മനയോലകളാൽ വിചിത്രവർണ്ണമുള്ളതായും എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഇപ്പം ഈ കഥകളിക്കൊക്കെ മുഖം എഴുതണത് മനയോല കൂട്ടിയിട്ടാണ്. അപ്പോൾ വിചിത്രവർണ്ണമുള്ളതായും അനേകവിധം മരങ്ങളും അവയിൽ പടർന്നു പിടിച്ചിട്ടുള്ള വല്ലികളും തന്നിമിത്തമുള്ള കുടിലുകളും ഉള്ളവയും അനേക തരത്തിലുള്ള മൃഗങ്ങളുടെ സഞ്ചാരങ്ങളോടുകൂടിയവയും നിർമ്മല ജലമൊഴുകുന്ന അനവധി നദികളോടുകൂടിയവയും
താഴ്വരകളിൽ അനേകം ഭർത്തൃസഹിതകളായി കളിപ്പാൻ വന്നിരിക്കുന്ന സിദ്ധ സ്ത്രീകൾ ഇവിടം വിട്ടു പോകാതിരിക്കത്തക്ക വിധം അവർക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു കൈലാസം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇനി 12ഉം 13ഉം ശ്ലോകങ്ങളൊപ്പം പോകും. എങ്ങനെയാണത്? മയൂരകേകാഭിരുദം മദാന്ധാളി വിമൂർച്ഛിതം പ്ലാവിതൈ രക്തകണ്ഠാനാം കൂജിതൈശ്ചപദത്രിണാം ആഹ്വയന്തം ഇവോദ്ധസ്ഥൈർദ്വിജാൻ കാമദുഃഖൈർദ്രുമൈ വ്രജന്തം ഇവ മാതംഗൈർഗൃണന്തം ഇവ നിർദ്ധരൈ. ഇതും അതേമാതിരി പ്രകൃതിയെ ബഹുമാനിച്ചും കൊണ്ട് പ്രകീർത്തിക്കുന്നതാണ്. മയിലുകളുടെ കേകകളാൽ ശബ്ദിക്കപ്പെട്ടിരിക്കുന്നതും മതത്താൽ അന്തങ്ങളായ വണ്ടുകളുടെ രാഗാലാപത്തോടു കൂടിയതും കുയിലുകളുടെയും മറ്റു പക്ഷികളുടെയും ഉച്ചങ്ങളായ ശബ്ദങ്ങളാൽ കാമങ്ങളെ സാധിപ്പിക്കുന്ന വൃക്ഷങ്ങളാകുന്ന ഉയർത്തപ്പെട്ട കരങ്ങൾ കൊണ്ട് പക്ഷികളെ വിളിക്കുന്നുവോ എന്ന് തോന്നുമാറും. അതായത് ഈ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ കാറ്റത്ത് ആടുമ്പോൾ ഈ പക്ഷികളെ ഞങ്ങളുടെ കൊമ്പുകളിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തോളൂ, കൂട് കൂട്ടിക്കോളൂ എന്ന് പറയുന്ന മാതിരി കവിഭാവന. അവിടെയാണ് അതിൻ്റെ രസം കിടക്കുന്നത്. അപ്പോൾ എന്ന് തോന്നുമാറും, ആനകളാൽ സഞ്ചരിക്കുന്നുവോ എന്ന് തോന്നുമാറും, ഗിരിനദികളാൽ സംസാരിക്കുന്നുവോ എന്നും തോന്നും എന്നാണ് പറഞ്ഞത്. അത്രയും പ്രകൃതിയിൽ രമിക്കാൻ സാധിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം: മയിലുകളുടെ കേകാരവങ്ങളും വ്യാപിച്ചിരിക്കുന്നു. പൂന്തേൻ നുകർന്ന് മതിച്ചിരിക്കുന്ന വണ്ടുകളുടെ ശബ്ദങ്ങൾ ഉച്ചത്തിലുള്ള രാഗാലാപം പോലെ കേൾക്കപ്പെടുന്നു. കുയിലുകളുടെ ഉച്ചങ്ങളായ ശബ്ദങ്ങളും അന്യപക്ഷികളുടെ കൂജനങ്ങളുമാകുന്ന ശബ്ദങ്ങളാൽ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഫലപക്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഉന്നത വൃക്ഷങ്ങളാകുന്ന കൈകളെ ഉയർത്തിക്കൊണ്ട് പക്ഷികളെ വിളിച്ചു വരുത്തുന്നുവോ എന്നും, ഒഴുകുന്ന നദികളിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങളാൽ സംസാരിക്കുന്നുവോ എന്നും, സഞ്ചരിക്കുന്ന ആനകളെ കണ്ടാൽ പർവ്വതം തന്നെ സഞ്ചരിക്കുന്നുവോ എന്നും തോന്നുന്ന വിധത്തിൽ ഇരിക്കുന്നു കൈലാസപർവ്വതം എന്ന് പറഞ്ഞു. അത്രയും മനോഹാരിതയുണ്ട്, കാവ്യ ഭംഗിയാണത്. അതിനെന്ത് വേണം? കുറച്ച് മലയാള സാഹിത്യമൊക്കെ അറിഞ്ഞിരുന്നാൽ അതൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇനി 14, 15, 16 3 ശ്ലോകം ഒന്നായിട്ട് പോകും. അതിൽ വലിയ കാര്യങ്ങളായിട്ടുള്ളതൊന്നുമില്ല, ഒക്കെ വാക്കുകളാണ്. ശ്രദ്ധിക്കുക. മന്ദാരൈ പാരിജാതൈശ്ച സരളൈശ്ച ഉപശോഭിതം തമാലൈ സാലതാലൈശ്ച കോവിദാരാസനാർജുനൈ ചൂതേ കദംബേ നീവൈശ്ച നാഗപുന്നാഗചമ്പകൈ പാടലാശോകബഹുളൈ കുന്ദൈ കുരവകൈരപി സ്വർണ്ണാർണശതപത്രൈശ്ച വീരവേണുകജാതിഭി കുബ്ജകൈർമല്ലികാഭിശ്ച മാധവീഭിശ്ച മണ്ഡിതം. ഇവിടെ എല്ലാം പൂക്കളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇവിടെ എല്ലാം ഒന്നാ. അതായത് വാക്കാർത്ഥവും ഭാവാർത്ഥവും ഒക്കെ ഒന്നായിട്ടാണ്. ശ്രദ്ധിക്കുക. മന്ദാരങ്ങൾ, പാരിജാതങ്ങൾ, സരളങ്ങൾ, തമാലങ്ങൾ, സാലങ്ങൾ, താലങ്ങൾ, കോവിതാരങ്ങൾ, അസനങ്ങൾ, അർജുനങ്ങൾ, ചൂതങ്ങൾ, കദംബങ്ങൾ, നീപങ്ങൾ, നാഗങ്ങൾ, പുന്നാഗങ്ങൾ, ചമ്പകങ്ങൾ, പാടലങ്ങൾ, അശോകങ്ങൾ, ബകുളങ്ങൾ എന്നീ വൃക്ഷങ്ങളാലും കുന്തങ്ങൾ, കുരവകങ്ങൾ, സ്വർണ്ണാർണങ്ങൾ, ശതപത്രങ്ങൾ, വീരവേണുകങ്ങൾ, ജാതികൾ, ഗുബ്ജങ്ങൾ, മല്ലികകൾ, മാധവികൾ എന്നീ ലതകളാലും. അതിൽ അവസാനത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാധവികൾ, മനുഷ്യന്മാരുടെ പേരോട് കൂടിയിട്ടുള്ള പൂക്കൾ, മാധവികൾ എന്നീ ലതകളാലും ചെടികളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 17ഉം 18ഉം ശ്ലോകങ്ങളൊപ്പം പോവാണ്. പനസ്സോദുംബരാശ്വദ്ധ പ്ലക്ഷണ്യഗ്രോധഹിം ഗുഭി
ഭൂർജൈരോഷധിഭിः പൂഗൈരാജപൂഗൈശ്ച ജംഭുഭിः ഗർജുരാമ്രാതകാമ്രാതൈ പ്രിയാളമധുഗോങ്കുതൈ ദ്രൂമജാതിഭിരന്യൈശ്ചാരാജിതം വേണുകീചകൈ. ഇതാണ് 2 ശ്ലോകം. അതും ഇതേമാതിരി. ഇനി വൃക്ഷങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പ്ലാവ്, അത്തി, ആല, ബ്ലാരം, പേരാൽ, ഹിങ്കു എന്ന് പറഞ്ഞാൽ കായത്തിൻ്റെ കറ ഉണ്ടാവണത് എന്നർത്ഥം. ഹിങ്കു, ബുർജം മുതലായ ഔഷധ വൃക്ഷങ്ങളാലും കവുങ്ങ്, തെങ്ങ്, ഞാവൽ, അനേക വിധങ്ങളായ മാവുകൾ, ഉങ്ങ്, ഉലുപ്പ, കരിങ്ങാലി, മുള എന്നിങ്ങനെ നാനാജാതികളായ വൃക്ഷങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഏത്? കൈലാസം. ഇനി 19, 20 ഒരു ശ്ലോകങ്ങളാണ് നോക്കുക. കുമുദോൽപലകൽഹാര ശതപത്രവനർദിവി നളിനീഷു കളം കൂജൽ ഖഗവൃന്ദോപശോഭിതം. ഇപ്പം ചിലപ്പോഴൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം ഭാഗവതത്തിൽ എന്തിനാ ഇതൊക്കെ പറയണത് എന്നൊക്കെ. ഈശ്വരൻ്റെ മഹിമയാണ് പറഞ്ഞത്, ഈശ്വരീയതയുടെ മഹിമയാണ് പറഞ്ഞത്, ഈശ്വരൻ്റെ വാസസ്ഥാനങ്ങളുടെ ഗുണങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, ആമ്പല്, നീലത്താമര, കൽഹാരം, ശതപത്രം എന്നീ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങൾ മനോഹരമായി ശബ്ദിക്കുന്ന പക്ഷിഗണങ്ങളാൽ ശോഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 20ാമത്തെ ശ്ലോകം സത്യത്തിൽ 2 വരിയാണ്, പക്ഷേ 4 വരിയുടെ ഫല. വളരെ നീണ്ട ശ്ലോകങ്ങളാണ്, ശ്രദ്ധിക്കുക. മൃഗേ ശാഖാമൃഗേ ക്രോഡൈ മൃഗേന്ദ്രേ ഋക്ഷശല്യകേ ഗവയേർനാഭിഭിർവ്യാഘ്രൈർനിർജുഷ്ടം മഹിഷാദിഭിः കദളീഷണ്ഡ സമൃദ്ധ നളിനീ പുളിനശ്രിയം. ഇത്രയും വലിയ നീണ്ട ഒരു ശ്ലോകമാണ്. അതിനെന്താ അർത്ഥം പറഞ്ഞത്? 2ാം വരിയിൽ നിർജുഷ്ടം എന്നതിന് രുരുഭിർ എന്നും 3ാം വരിക്ക് മുമ്പ് കർണാന്ത്രകൈ പദശ്വാശേർണി ജുഷ്ടം മൃഗനാഭിഭി എന്നൊരു വരി ചേർത്ത് 21ാം പദ്യമായിട്ട് മറ്റു പാഠങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം കൂടിയിട്ടാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ അർത്ഥതലങ്ങൾ നോക്കുകയാണെങ്കിൽ മാനുകളെ, കുരങ്ങുകളെ, പന്നികളെ, സിംഹങ്ങളെ, ഭല്ലൂകങ്ങളെ, കരടികളെ, മുള്ളൻ പന്നികളെ, ഗവയങ്ങളെ, കസ്തൂരി മൃഗങ്ങളെ, വ്യാഘ്രങ്ങൾ, പോത്തുകൾ എന്നീ മൃഗങ്ങളാൽ സേവിക്കപ്പെട്ടിരുന്നു. സേവിക്കപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം ഉണ്ടോ എന്ന് പറയാൻ വയ്യ. മനുഷ്യവാസം കൂടിയപ്പോൾ പലതും അന്യം നിന്നിട്ടുണ്ട്. അപ്പോൾ പറയണു, വാഴകളുടെ ഇലകളാൽ മറയ്ക്കപ്പെട്ടിരുന്ന താമര തടാക തീരം മണൽത്തിട്ടുകളുടെ ശോഭ അധികരിപ്പിച്ചു എന്ന് ഭാവന. ഇനി 21ാമത്തെ ശ്ലോകം. പര്യസ്തം നന്ദയാ സത്യ സ്നാനപുണ്യാതരോദയാ വിലോക്യ ഭൂതേശഗിരം വിബുധാ വിസ്മയം യയോ. സതിയുടെ സ്നാനം നിമിത്തം അത്യന്തം പുണ്യജലത്തോടുകൂടിയ അളകനന്ദയാൽ വ്യാപിക്കപ്പെട്ട പരമേശ്വര പർവ്വതത്തെ നോക്കിയിട്ട് ദേവന്മാർ ആശ്ചര്യത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം ഏതാ ഈ സന്ദർഭം? ദക്ഷയാഗം മുടക്കി അവിടെയുള്ള ബ്രാഹ്മണരൊക്കെ സത്യലോകത്ത് പോയിട്ട് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി പരമശിവനെ പോയി കണ്ടിട്ട് മാപ്പപേക്ഷിക്കാം. തുടങ്ങി വെച്ച യജ്ഞം അത് നിവർത്തിക്കാം. അതിനെന്ത് വേണം? ദക്ഷനെ ജീവിപ്പിക്കണം. ഇതാണ് സാഹചര്യം. അപ്പോൾ ഭഗവാനെ കാണാൻ പോകുമ്പോഴത്തെ ചമൽക്കാരങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിച്ചത്. ഇനി അതെ, അപ്പോൾ ഇതിൻ്റെ 21ാമത്തെ ശ്ലോകം. പര്യസ്തം നന്ദയാ സത്യ സ്നാനപുണ്യതരോദയാ വിലോക്യ ഭൂദേശഗിരം വിബുധാ വിസ്മയം യയു. അപ്പം മരിച്ചുപോയ
സതീദേവി കുളിച്ച തടാകത്തിൻ്റെയും അതിൻ്റെ ലാവണ്യത്തിൻ്റെയും അതിൻ്റെ ഗരിമയെയും പറ്റിയിട്ടാണ് പറഞ്ഞത്. സതിയുടെ സ്നാനം നിമിത്തം അത്യന്തം പുണ്യജലത്തോടുകൂടിയ അളകനന്ദയാൽ വ്യാപിക്കപ്പെട്ട പരമേശ്വര പർവ്വതത്തെ നോക്കിയിട്ട് ദേവന്മാർ വിസ്മയം ആശ്ചര്യത്തെ പ്രാപിച്ചു എന്നാണ്. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം. സതീദേവിയുടെ സ്നാനം നിമിത്തം അതിപുണ്യജലത്തോടുകൂടിയ അളകനന്ദ എന്നു പേരായ ഗംഗയുടെ ഒഴുക്കും ഈ പർവ്വതത്തിൻ്റെ സമീപത്തുകൂടെയായിരുന്നു. ഇപ്രകാരമിരിക്കുന്ന കൈലാസത്തെ നോക്കിയിട്ട് ദേവന്മാർ വിസ്മയപരതന്ത്രരായി എന്ന് പറഞ്ഞു. 22ാമത്തെ ശ്ലോകം. തദൃശുസ്തത്രതേ രമ്യാം അളകാം നാമ വൈ പുരീം വനം സൗഗന്ധികം ച അഭിയത്ര തന്നാമ പങ്കജം. അവിടെ രമിപ്പാൻ യോഗ്യയായ അളകാപുരിയെയും സൗഗന്ധികം എന്ന വനത്തെയും അവർ ദർശിച്ചു. യാതൊന്നിൽ ആ പേരുള്ള പുഷ്പം ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. കൈലാസത്തിൽ ദേവന്മാർ രമ്യയായ അളകാപുരിയെയും സൗഗന്ധികം എന്നു പേരുള്ള താമരപ്പൂവിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാകയാൽ സൗഗന്ധികം എന്ന് പറയപ്പെടുന്ന വനത്തെയും കണ്ടു ദേവന്മാരെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 23ാമത്തെ ശ്ലോകം. നന്ദാച അളകനന്ദാച സരിതൂ ബാഹ്യത പുര തീർത്ഥപാദപദാംഭോജരജസ്വാതീവ പാവനേ. അതിൻ്റെ വാക്കാർത്ഥം തീർത്ഥപാദൻ്റെ, അതായത് പരമേശ്വരൻ്റെ ഭഗവാന്റെ പാദപത്മധൂളി സമ്പർക്കം കൊണ്ട് അത്യന്തം പരിശുദ്ധകളായ അളകനന്ദ എന്ന 2 നദികൾ, അളകനന്ദ അളകനന്ദ, നന്ദ അളകനന്ദ, നന്ദ എന്നൊരു നദിയുടെ പേര്, വേറൊന്നൊരു അളകനന്ദ എന്ന പേര് എന്ന 2 നദികൾ പട്ടണത്തിൻ്റെ പുറമെ ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഭഗവാന്റെ പാദപത്മധൂളിയെ സംബന്ധം നിമിത്തം അത്യന്ത പരിശുദ്ധകളായ നന്ദ അളകനന്ദ എന്ന 2 നദികൾ പട്ടണത്തിൻ്റെ പുറമെ ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി 24ാമത്തെ ശ്ലോകം. യയോ സുരസ്ത്രിയ ക്ഷത്തരവരുഹ്യ സ്വതിഷ്ണ്യത ക്രീഡന്തി പുംസസിഞ്ചന്ത്യോ വിലാഹ്യ രതികർഷിതാം. അർത്ഥം പറയണോ? ഹേ വിതുര, സംഭോഗത്താൽ ക്ഷീണിച്ചിരിക്കുന്ന ദേവസ്ത്രീകൾ അവരുടെ സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ തെറ്റ് പറ്റിയിട്ടോ, സ്ഥാനത്തിൽ നിന്നാണ് അവരിരുന്നത്. അവരുടെ സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് യാതൊന്നുകളിൽ പ്രവേശിച്ചിട്ട് പുമാന്മാരെ നനയ്ക്കുന്നവരായിട്ട് കളിക്കുന്നു. അതായത് സ്ത്രീകൾ അവരുടെ പുരുഷന്മാരുടെ മേൽ വെള്ളം ഊത്തി കളിച്ചു എന്നാണ് അർത്ഥം വരിക. അതിൻ്റെ ഭാവാർത്ഥം. അല്ലയോ വിതുര, സംഭോഗത്താൽ ക്ഷീണിച്ചിരിക്കുന്ന ദേവസ്ത്രീകൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഭർത്തൃസഹിതകളായി പുറപ്പെട്ടു വന്ന് 2 പേരും കൂടി കയ്യൊക്കെ പിടിച്ചു വന്നു ഈ നദികളിൽ പ്രവേശിച്ച് ജലക്രീഡ ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. 25. യയോസ്തസ്നാന വിഭ്രഷ്ട നവകുങ്കുമ പിഞ്ചരം വിദൃശോ അഭിബന്ധ്യംഭാപായ യന്തോ ഗജാഗജീ. അവരുടെ സ്നാനത്താൽ കലങ്ങിയ നവമായ കുങ്കുമം നിമിത്തം പീതമായിരിക്കുന്ന, അപ്പോൾ അവരുടെ മുലക്കച്ചട മേലിട്ടുള്ള കുങ്കുമം വെള്ളത്തിൽ നനഞ്ഞു. അപ്പോൾ വെള്ളത്തിനൊരു നിറവ്യത്യാസം ഉണ്ടായി. യാതൊന്നുകളിലെ ജലം ദാഹമില്ലെങ്കിലും പിടിയാനകളെ പാനം ചെയ്യിപ്പിക്കുന്നവയായിട്ട് പാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പിടിയാനകൾ എന്തിനാണ് അത് പാനം ചെയ്യണത്? മതോമത്തന്മാരായി തീരാൻ വേണ്ടിയിട്ട് എന്നാണ് അർത്ഥം ഗ്രഹിക്കേണ്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്.
ദേവസ്ത്രീകളുടെ സ്നാന സമയത്തിൽ അവരുടെ കുജതടങ്ങളിൽ നിന്ന് കഴുകിക്കളഞ്ഞ പുതിയ കുങ്കുമം കലങ്ങിയതിനാൽ മഞ്ഞ നിറത്തോടും കുങ്കുമഗന്ധത്തോടും കൂടിയ ഈ നദികളിലെ ജലത്തെ ആനകള് ദാഹമില്ലെങ്കിൽ കൂടെ കുടിക്കുകയും പിടിയാനകളെ കുടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെ എല്ലാം ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 26 താരഹേമ മഹാരത്ന വിമാനശതസങ്കുലാം ജുഷ്ടാം പുണ്യജനസ്ത്രീഭിര്യധാഘം സതടിഘനം വെള്ളി, സ്വർണം, മാണിക്യം, അനേകം വിമാനങ്ങൾ, വ്യാപ്തം, യക്ഷികളാൽ സേവിക്കപ്പെടുന്നത്, മിന്നലുകളും മേഘങ്ങളും ചേർന്നിരിക്കുന്നത്, ആകാശം, ഇവകളൊക്കെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാക്കാർത്ഥം അവിടെ ഈ എന്താ പറയുക, വാക്കാർത്ഥം പറയുന്ന സ്റ്റൈല് കൂട്ടി വായിക്കുമ്പോഴേ അറിയുള്ളൂ. അതെന്താ? വെള്ളി, സ്വർണം, മാണിക്യാദി രത്നങ്ങൾ ഇവയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിമാനങ്ങളാലും അവയിൽ ഇരിക്കുന്ന യക്ഷസ്ത്രീകളാലും വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ പുരി മിന്നൽ പിണറുകളുള്ള മേഘങ്ങളാൽ വ്യാപിക്കപ്പെട്ട ആകാശമോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി 27ാമത്തെ ശ്ലോകം. ഹിത്വായക്ഷേശ്വരപുരീം വനം സൗഗന്ധികം ചതത് ദ്രുമൈ കാമദുഃഖൈർഹൃദ്യം ചിത്രമാല്യഫലശ്ചതേ. അവിടെ അളക, യക്ഷേശ്വരപുരി എന്ന് പറഞ്ഞാൽ അളക, പുഷ്പങ്ങൾ, കായ്കൾ, ഇലകൾ, ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവ, മനോഹരം, ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞ് നിർത്തിയോടെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം. മേൽ വർണ്ണിച്ച മാതിരിയുള്ള അളകാപുരിയെയും നാനാവിധ പുഷ്പങ്ങളും കായ്കളും തളിരുകളും നിറഞ്ഞിരിക്കുന്നതിനാൽ പ്രാണിവർഗങ്ങളുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനോജ്ഞമായ സൗഗന്ധികമെന്നു പേരായ വനത്തോടും. ഈ സൗഗന്ധികം ഭീമൻ തൻ്റെ പ്രേയസി ആയിരിക്കുന്ന പാഞ്ചാലിയുടെ വാക്ക് കേട്ടിട്ട് പോയി കൊണ്ടുവരുന്നുണ്ട്. അത് ദുർഘടം പിടിച്ച സ്ഥലമാണ് എന്നറിഞ്ഞിട്ട് ഹനുമാൻ വഴി മുടക്കി കിടന്നോന്നും അനിയൻ്റെ വീരശൂര പരാക്രമങ്ങൾ മനസ്സിലാക്കുകയും തൻ്റെ വീരശൂര പരാക്രമങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം, കഥയാണത്. അതുകൊണ്ടാണ് മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനോജ്ഞമായ സൗഗന്ധികമെന്ന പേരായ വനത്തെയും അതിക്രമിച്ച് നടന്നു. മനസ്സമാധാനമില്ലാത്ത അവസരമായതിനാൽ എന്താ, അപ്പം ദേവന്മാർക്ക് കൂടി മനസ്സമാധാനമില്ല. അതിന് ഭൂമിയിൽ വന്നിട്ടാണ് ഈശ്വരനെ വിളിച്ചു കൊണ്ടുപോണത് എന്ന കഥ നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ടേ. അപ്പോൾ പറഞ്ഞു, അവസരമായതിനാൽ ഉള്ളിൽ പ്രവേശിച്ച് മുഴുവനും നോക്കി ആനന്ദിക്കുവാനുള്ള സമയം ചെലവ് ചെയ്യാതെ പുറമേ നോക്കിക്കൊണ്ട് നടന്നു പോയെന്ന് സാരം. അപ്പോൾ ഇവിടെ ഒരു പരമരഹസ്യം ഒളിഞ്ഞു കിടക്കുക ചെയ്യണത്. നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ കാഴ്ചകളിൽ ഭ്രമിക്കരുത്. പുറമേന്ന് കണ്ടു, അതോടുകൂടി നിൽക്കണം. അപ്പോൾ പിന്നെ ഇന്ന് ഒരു വാട്സപ്പ് കാര്യം കാണുന്നുണ്ടായി. എന്താ വാട്സപ്പ്? ഒരു വീട്ടിൽ നിന്ന് ഒരു ഗെറ്റ് ടുഗദറിന് ഭാര്യയും ഭർത്താവും കൂടി ബസ്സിൽ പോയി. ഒരു ബൈക്കിൽ മകനും മരുമകളും കുട്ടിയും കൂടിയിട്ട് അതേ ഫംഗ്ഷന് പോയി. ഫംഗ്ഷൻ കഴിഞ്ഞ് അമ്മയും അച്ഛനും ബസ്സിൽ തിരിച്ചു വന്നു. മകനും മകളും അല്ലെങ്കിൽ മരുമകളും കുട്ടിയും കൂടി സഞ്ചരിക്കുന്ന എന്താണെന്ന് പറയാം, ബൈക്ക് കേടുവന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയും, അതായത് വർക്ക്ഷോപ്പില്ല, ഇവരുടെ ഫോണും കേടുവന്നു. ഇവർക്ക് വിളിച്ചു പറയാനും പറ്റിയില്ല. ഇതാണ്. അപ്പോൾ അവർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ഒരു ദിവസം പോലീസ് തെരഞ്ഞിട്ട് അവിടെ ഒന്നും ഒരു വിവരം കിട്ടിയില്ല. അപ്പോഴേക്കും അവർ വീട്ടിലെത്തി തിങ്കളാഴ്ച.
അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ സംഭവം, ബൈക്ക് കേടുവരുക കാരണം ബൈക്ക് നേരാക്കാണ്ട് വരാൻ പറ്റില്ല, അവിടെ നിർത്തിയിട്ടും വരാൻ പറ്റില്ല. അപ്പോൾ അവർ അടുത്തുള്ള സൈറ്റ് സീയിങ് സ്ഥലങ്ങളൊക്കെ കണ്ട് റൂമൊക്കെ എടുത്തു. ഫോണ് കേട് വന്നു, അതുകൊണ്ട് ഫോൺ ചെയ്യാനും പറ്റിയില്ല. അത് എനിക്ക് കുറച്ചൊരു വിഷമമുണ്ടാക്കി. അവനവൻ്റെ ഫോൺ നമ്പർ അവനവൻ അറിയേണ്ടതല്ലേ? വീട്ടിൽ അമ്മയുടെ അച്ഛൻ്റെയോ ഒരു നമ്പർ നമുക്ക് ഓർമ്മ വേണ്ടേ? അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റിൽ എഴുതി വെച്ച് പോണ്ടേ? എന്തെങ്കിലും വഴിയിൽ ആക്സിഡൻ്റായി ആൾക്കാരെ വിളിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യണ്ടേ? അപ്പോൾ ആ അച്ഛനും അമ്മയും അനുഭവിച്ച വ്യഥ മാത്രമല്ല, പോലീസ് തെരഞ്ഞിട്ട് നമ്മുടെയൊക്കെ എന്താണ് പറയുക, റവന്യൂ ആണല്ലോ അവരുടെ ശമ്പളം. അപ്പോൾ ഇവിടെയൊക്കെ അപ്പോൾ അവരൊക്കെ യാതൊരു ചിന്തയുമില്ലാതെ കണ്ട് അവർ സൈറ്റ് സീയിങ് ചെയ്തു എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ദേവന്മാർ എന്ത് ചെയ്തു എന്നൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇമാതിരി ആപത്തുകളിൽ പോയി പെടാതെണ്ടിരിക്കുക. അല്ലെങ്കിൽ ഓർമ്മ വെച്ച് ഹോട്ടലിൽ നിന്ന് ഫോൺ ചെയ്യണം അല്ലേ? അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സമാധാനമല്ലേ കാര്യം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കിട്ടുക? തല നരച്ചതുകൊണ്ടും കിട്ടില്ല, തല നരച്ചും കൊണ്ടിരിക്കുമ്പോൾ വായിച്ച് പഠിച്ചാൽ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ചിലവ് ചെയ്യാതെ പുറമേ നോക്കിക്കൊണ്ട് നടന്നു പോയെന്ന് സാരം. ഇനി 28, 29, 30 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകും, അത് ശ്രദ്ധിക്കാം. രക്തകണ്ഠഗാനീകസ്വരമണ്ഡിത ഷഡ്പദം കളഹംസകുലപ്രേഷ്ടം ഖരദണ്ഡജലാശയം വനകുഞ്ചരസംഘൃഷ്ട ഹരിചന്ദനവായുനാ അതിപുണ്യജനസ്ത്രീണാം മുഹുരുന്മഥയന്മനാം വൈഡൂര്യകൃതസോപാന വാപ്യ ഉൽപ്പലമാലിനീ പ്രാപ്താ കിം പുരുഷൈർദൃഷ്ട്വാ ത ആരാധദൃശുർവടം. ഇങ്ങനെ 3 ശ്ലോകങ്ങളാണ്. അതിന് വാക്കാർത്ഥം പറഞ്ഞത് കുയിൽ പക്ഷികളുടെ സംഘം ശബ്ദം അലങ്കരിക്കപ്പെട്ടത്, വണ്ട്, കളഹംസങ്ങൾ എന്ന പക്ഷികൾ ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്ന താമര, കുളം, കാട്ടാന, ഉരയ്ക്കപ്പെട്ടിരിക്കുന്ന രക്തചന്ദനം, പുണ്യ ദേവസ്ത്രീകൾ ക്ഷോഭിപ്പിക്കുന്നത്, കൽപ്പടവ്, കുളങ്ങളെ അവർ സമീപത്തായിട്ട് ആലുവൃക്ഷം കണ്ടു. അതാണ് വാക്കാർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. സൗഗന്ധികം എന്നു പേരായ ആ വനം കണ്ട് ആനന്ദിക്കത്തക്കതാണെന്ന് കാണിപ്പാനായി അതിൻ്റെ മഹിമയെ വർണ്ണിക്കുന്നു. കണ്ഠശുദ്ധിക്ക് കേൾവിപ്പെട്ട കുയിലുകളുടെ ശബ്ദങ്ങളോട് സമ്മിശ്രമായിട്ട് വണ്ടുകളും മുരളുന്നത് കൊണ്ട് ശ്രോത്രത്തെ ആനന്ദിപ്പിക്കുന്ന ശബ്ദം എങ്ങും വ്യാപിച്ചിരിക്കുന്നു. കളഹംസ സംഘം ഏറ്റവും ഇഷ്ടപ്പെടുന്ന താമരകൾ വികസിച്ചു നിൽക്കുന്ന ജലാശയങ്ങൾ അവിടെയുള്ളതിനാൽ മനോഹരങ്ങളായ രൂപങ്ങളെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുവാനുള്ള സാമഗ്രികളുടെ പുഷ്ടി എന്നർത്ഥം ആ വനത്തിനുണ്ട്. മതജലം ഒഴുകുന്ന കവിൾത്തടങ്ങളിലുള്ള ചൊറിച്ചൽ തീർക്കുവാനായി കാട്ടാനകൾ വന്നു ഉരസുന്നത് കൊണ്ട് തോൽ അടർന്നിരയ്ക്കുന്ന രക്തചന്ദന മരങ്ങളിൽ തട്ടി വീശുന്ന സുഗന്ധമായ വായു അവിടെ വന്നു കളിക്കുന്ന ദേവസ്ത്രീകളുടെ മനസ്സിൽ മന്മഥ വികാരത്തെ ജനിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്നുണ്ട്. അതിനാൽ നാസികയെ ആനന്ദിപ്പിക്കുന്ന സൗരഭ്യവും ആ വനത്തിൽ വ്യാപിച്ചിരിക്കുന്നു. വൈഡൂര്യം മുതലായ രത്നങ്ങളാൽ പടുത്തിരിക്കുന്ന പടവുകളോടുകൂടിയ കളന്ന് പറഞ്ഞാൽ കുറച്ച് തുറസായിട്ട് പറഞ്ഞ സ്ഥലം. കളങ്ങളിൽ നീലത്താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം അത് കുളങ്ങളെന്നാവും, കളങ്ങളാവില്ല, കുളങ്ങളാവാനാ വഴി ആണ്. കുളങ്ങളിൽ നീലത്താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്.
കിംപുരുഷന്മാർ അതിലിറങ്ങി ജലക്രീഡകൾ കൊണ്ട് സന്തോഷിക്കുന്നതും നോക്കിക്കൊണ്ട് സഞ്ചരിച്ച ദേവസമൂഹം അധികം ദൂരെയല്ലാതെ ഒരു വടവൃക്ഷം കണ്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ ചുവട്ടിലാണ് ഭഗവാൻ ഇരുന്ന് ഋഷീശ്വരന്മാർക്ക് ധാർമ്മിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണത് എന്ന് സ്മരിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾക്ക് ഇവിടെ പറയാം. അപ്പോൾ ഏവരുടെയും പ്രാർത്ഥന നിസ്വാർത്ഥമായി പ്രീതിജനകമായിരിക്കാനും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും പറയുവാൻ ഈ സമയം ഉപകരിപ്പിച്ചുകൊണ്ട് നമസ്കാരം. നാളെ കാണാം.